ഇന്ന് നമുക്ക് പുതിയ രണ്ടുപേരും ഒന്ന് മീറ്റ് ചെയ്താലോ? മീറ്റ് മിസ്റ്റർ കൊക്കമ്മാവൻ അല്ലെങ്കിൽ ഗൂസമ്മാവൻ എന്ത് വേണേലും വിളിക്കാം കേട്ടോ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ളതായി ഇദ്ദേഹവും രണ്ടിനെ ഉണ്ടാക്കി ഇവിടുന്ന് കെട്ടുകെട്ടിക്കാൻ പാക്ക് ചെയ്ത് വെച്ചതാണ് ഞാൻ. ബട്ട് ലാസ്റ്റ് മിനിറ്റ് നമ്മുടെ കസ്റ്റമർ അബ്രോഡ് പോയി, അതുകൊണ്ട് ഓർഡർ ക്യാൻസൽ ആയി. ആ മനുഷ്യന്റെ കാര്യല്ലേ. ആർക്കെങ്കിലും വേണേൽ ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. നോട്ട് ദ പോയിന്റ്, ഫ്രീ അല്ല. ഇതൊക്കെ ക്രോഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പലതരത്തിലുള്ള പണികളിൽ ഒന്നാണ് ലാസ്റ്റ് മിനിറ്റ് ഓർഡർ ക്യാൻസലേഷൻ. ഇതേപോലെ വേറെയും പണികളുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിബോധിക്കുന്നതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാട്ടോ. ബൈ ദ ബൈ, ഇന്ന് പുതിയൊരു പ്രോജക്റ്റ് ചെയ്താലോ? ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ടുലിപ്പ് ഫ്ലവറിന്റെ ലോങ് വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാട്ടോ. ഈ രണ്ട് ഷെയ്ഡിലുള്ള വുളൻ yarn ആണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന് യൂസ് ചെയ്യുന്നത്. രണ്ട് യാൻസിലും സെയിം പാറ്റേണിൽ രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി അതൊന്നിച്ചാക്കിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആവുള്ളൂ. കലങ്ങിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ലൈക്ക് അത് മറക്കല്ലേ. എനിക്ക് ഒരു തൊപ്പിയുടെ ഷേപ്പിലുള്ള സാധനമാണ് വേണ്ടത്. സോ എനിക്ക് വേണ്ട സൈസിൽ ഞാൻ സ്റ്റിച്ചസ് ലിമിറ്റ് ചെയ്യും. നിങ്ങൾക്ക് വലിയ സാധനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചസ് അതേപോലെ ഇൻക്രീസ് ചെയ്യാം. അതായത് ഒരു ഹെഡിന്റെ ഷേപ്പിൽ ഉള്ള സാധനം ചെയ്യുമ്പോൾ അതിന്റെ പരപ്പളവ് എത്ര വേണമെന്നത് 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 5 6 അങ്ങനെ ഒരുപാട് പോകാം. അപ്പോൾ എനിക്ക് ഏത് സൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്യും. എനിക്ക് 4 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എത്തിയപ്പോഴേക്കും എനിക്ക് വേണ്ട സൈസ് കിട്ടി. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് ആ ഒരു സ്റ്റിച്ച് നിർത്തി. ഈ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അതിനെ തെറ്റിദ്ധരിക്കേണ്ട. സെയിം സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ഒന്നിച്ചു വരുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ലോങ് വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ഇങ്ങനെ ഫ്ലവറിന്റെ പെറ്റൽസ് കണക്ക് വരുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. ഒറ്റ സിംഗിൾ ക്രോഷ്യയിൽ ആ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ 5 DC ഡബിൾ ക്രോഷ്യ ഒന്നിച്ച് ചെയ്തെടുക്കുമ്പോൾ ദാ ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ഈ യാൺസ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കണം. ഇവമാർക്ക് കണ്ണും മൂക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കണം. ഇതേപോലെയുള്ള ഐസ് ഒക്കെ നമുക്ക് ഒരുപാട് ആമസോണിലും മീഷോയിലും ഒക്കെ കിട്ടും കേട്ടോ. ചെറുതും കിട്ടും വലുതും കിട്ടും. ഞാനിവിടെ ചെറിയ ഐസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരാൾ ചിരിക്കുവാണെങ്കിൽ ഒരാൾ വിഷമിച്ചിരിക്കുന്നതാണല്ലോ വേണ്ടത്. ഇപ്പൊ മനസ്സിലായില്ലേ നേരത്തെ ഇട്ട് കറക്കിയത് എന്താന്ന്? ഒരേ ഷേപ്പിലുള്ള രണ്ടുപേരെ ഒന്നിച്ചാക്കിയാലേ നമുക്ക് ആവശ്യമുള്ള ഒരാളെ കിട്ടൂന്ന്. യെസ്, നമ്മൾ ചെയ്തു വന്നത് റിവൈസബിൾ ഒക്ടോപസ് ആണ്. ഇവന് ദേഷ്യം വരുമ്പോ ഇങ്ങനെയും, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇവനെ ഇങ്ങനെയും വെക്കാം. നമ്മുടെ ഇമോഷൻസ് ഇവരെ കണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കിക്കോളും. ഇനി ഇത് ഞാൻ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ മാറ്റിയും മറിച്ചും യൂസ് ചെയ്യാം. ഇത് ഇമോഷണലി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ബുദ്ധിയൊന്നും എന്റെ മകൾക്ക് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് എന്തായാലും ഡെസ്കയിൽ ഇരിക്കട്ടെ. നാളെ ഒരു ഗീവ് അവേക്കാണെങ്കിലും യൂസ് ചെയ്യാലോ.